ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച കോടതി വിധിയിൽ ഇളവ് ലഭിക്കാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയെ സമീപിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ. കോടതി വിധി പൂർണ്ണമായും പാലിച്ചായിരിക്കും ഏകാദശി ചടങ്ങുകൾക്ക് ആനകളെ എഴുന്നള്ളിക്കുക. ദശമി ദിനത്തിലെ ഗജരാജൻ കേശവൻ അനുസ്മരണവും ഏകാദശി ദിവസം രാവിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനകളോടെയുള്ള എഴുന്നള്ളിപ്പുമാണ് കോടതി വിധി പാലിച്ച് നടത്തുകയെന്ന് ദേവസ്വം ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നതിന് മുകളിലേക്ക് ഒരാനയെ മാത്രമാണ് കയറ്റുക. ആന കയറുന്ന സമയത്ത് ആരെയും പ്രവേശിപ്പിക്കില്ല. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് കളഭം ചാർത്താനോ കുറിതൊടിയിക്കാനോ അനുവദിക്കില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. രാസവസ്തുക്കൾ ചേർന്ന കുറിതൊട്ടാൽ ആനകളുടെ തൊലിക്ക് അലർജിയും നെറ്റിപ്പട്ടം കേടുവരാൻ ഇടയാക്കുന്നതിനാൽ ദേവസ്വത്തിൽ നിന്ന് നൽകുന്ന കളഭവും ചന്ദനവും മാത്രം ചാർത്തിയാൽ മതിയെന്നാണ് ആനച്ചികിത്സാ വിദഗ്ധരുടെ അഭിപ്രായം. ഇത് നടപ്പിലാക്കുക മാത്രമാണ് ഭരണസമിതി ചെയ്തത്. ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതിൽ ദേവസ്വത്തെയും തന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഹീനമായ പ്രവൃത്തിയാണ്. ഉദയാസ്തമന പൂജ ആചാരമല്ല, വഴിപാടാണ്. ഉദയാസ്തമന പൂജ നടക്കുന്നതിനാൽ ഏകാദശി ദിവസം ഭക്തർക്ക് ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കുന്നില്ല. ഇത് കണക്കിലെടുത്താണ് ഏകാദശിക്ക് ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതെന്നും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മുല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, പി.കെ. വിശ്വനാഥൻ, വി.ജി. രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ഗുരുവായൂർ.